കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ മതേതര പാരമ്പര്യം ഊട്ടിയുറപ്പിക്കാൻ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി ദളിത് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട അഡ്വക്കേറ്റ് സ്മിജി എന്ന വനിതയെ നിയോഗിച്ചത് വ്യാപകമായി ശ്ലാഘിക്കപ്പെടുന്നു. 2015 മുതൽ 2020 വരെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പാണക്കാട് കുടുംബത്തിന്റെ വിശ്വസ്തരിലൊരാളായിരുന്ന ലീഗ് നേതാവ് എ.പി. ഉണ്ണികൃഷ്ണന്റെ മകളാണ് അഡ്വക്കേറ്റ് സ്മിജി. ഇത്തവണ പ്രതിപക്ഷത്തെ തൂത്തെറിഞ്ഞുകൊണ്ട് 33 സീറ്റിൽ 33 നേടിക്കൊണ്ടാണ് മുസ്ലിം ലീഗ് ജില്ലാ പഞ്ചായത്ത് ഭരണത്തിൽ വന്നത്. പാണക്കാട് സയ്യദ് സാദിഖലി ശിഹാബ് തങ്ങളുടെയും ലീഗ് പിന്തുടർന്നു വരുന്ന മതേതര കാഴ്ചപ്പാടിനെ അനുസരിച്ചുമാണ് സ്മിജിയെ സംവരണമില്ലാതിരുന്നിട്ട് പോലും ജനറലായി പരിഗണിച്ച് വൈസ് പ്രസിഡന്റാക്കിയത്. അതൊരു സർപ്രൈസായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായത് പി.എ. ജബ്ബാർ ഹാജിയാണ്. പാണക്കാട് തങ്ങൾ തന്നെയാണ് സ്മിജിയുടെ പേര് പ്രഖ്യാപിച്ചതും നേരിട്ട് വിളിച്ചറിയിച്ചതും. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിരവധി മുസ്ലിം വനിതകളുണ്ടായിരുന്നിട്ടും തങ്ങൾ പ്രത്യേക താൽപര്യമെടുത്താണ് ലീഗ് നേതാക്കളോട് സ്മിജിയുടെ പേര് നിർദ്ദേശിച്ചത്. ആരും എതിർക്കാനുണ്ടായില്ല. പ്രസിഡന്റായിരുന്ന അച്ഛനു ശേഷം ഒരു ജില്ലാ പഞ്ചായത്തിൽ മകൾ വൈസ് പ്രസിഡന്റായി എന്ന ചരിത്രവും സ്മിജിക്ക് സ്വന്തമായി. അതേപ്പറ്റി സ്മിജി പറഞ്ഞതിങ്ങനെയാണ്: ജനറലായ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്രയോ സീനിയറും യോഗ്യരുമായ പലരുമുണ്ടായിട്ടും എന്നെയാണ് തങ്ങൾ പ്രഖ്യാപിച്ചത്. ഒരിക്കൽ പോലും അങ്ങനെയൊരാഗ്രഹം ഞാനോ വേണ്ടപ്പെട്ടവരോ പാർട്ടിയോട് ആവശ്യപ്പെട്ടിട്ടില്ല. എന്നിട്ടും എന്നെ പാർട്ടി അത് ചെയ്തിരിക്കുന്നു. പാണക്കാട് കുടുംബത്തെപ്പറ്റിയും ലീഗിനെപ്പറ്റിയും അച്ഛൻ പറഞ്ഞുതന്ന കഥകളൊക്കെ ഞാനിന്ന് യാഥാർത്ഥ്യമായി അനുഭവിക്കുന്നു. മുസ്ലിം ലീഗിന്റെ മതേതരത്വം, പാണക്കാട് കുടുംബത്തിന്റെ സാഹോദര്യ സ്നേഹം, മലപ്പുറത്തിന്റെ ഈ സ്നേഹപാഠം തലമുറകളിലൂടെ പരന്നൊഴുകട്ടെ. ചെറുപ്പത്തിൽ അച്ഛൻ പറഞ്ഞുതന്ന കഥകളിലൊക്കെ പാണക്കാട് തങ്ങന്മാർ ഉണ്ടായിരുന്നതായി സ്മിജി ഓർക്കുന്നു. പതിറ്റാണ്ടുകളായി വീട്ടിൽ തൂക്കിയിട്ട ഫോട്ടോകളിലൊന്ന് ഷിഹാബ് തങ്ങളുടേതാണ്. ജീവിതത്തിലെ ഓരോ വിശേഷങ്ങളിലും പാണക്കാട് ചെന്ന് സന്തോഷം പറയാതെ കടന്നുപോയിട്ടില്ല. അച്ഛൻ ഈശ്വരവിശ്വാസിയായിരുന്നു. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മുടങ്ങാതെ നിർവഹിച്ച വിശ്വാസി. അതുതന്നെയാണ് അച്ഛൻ ഞങ്ങളെയും പഠിപ്പിച്ചത്. മറ്റൊന്നുകൂടി അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ചു: പാണക്കാട് കുടുംബവുമായുള്ള ബന്ധം. ആ കുടുംബം സഹോദര സമുദായങ്ങളോട് കാണിക്കുന്ന സ്നേഹം ചെറുപ്പത്തിലേ ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ്. പഠനകാര്യത്തെക്കുറിച്ച് ആദ്യം അഭിപ്രായം ചോദിച്ചതും പിന്നീട് അഭിഭാഷകയായപ്പോൾ ആദ്യം കൂട്ടിക്കൊണ്ടുപോയതും പാണക്കാട്ടേക്കായിരുന്നു. അച്ഛന്റെ കാലം കഴിഞ്ഞപ്പോഴും ആ കുടുംബം ഞങ്ങളെ ചേർത്ത് നിർത്തി.